നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ് വിജയ്ക്ക് തെരഞ്ഞെടുപ്പ് വിജയം മുതൽ ഇങ്ങോട്ട് പ്രശംസകളുടെ പ്രവാഹമാണ്. തമിഴക രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച സംഭവമായിരുന്നു വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയം. സിനിമാ രംഗത്തെ പ്രമുഖർ വിജയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ പലരും രംഗത്തുണ്ട്. പലരും നേരിട്ടെത്തി വിജയെ അഭിനന്ദിക്കുന്നുമുണ്ട്. വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോകളും ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. വിജയനെ കുറിച്ച് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. എല്ലാവരും ദിവസവും വിജയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാനായിട്ട് നിലാങ്കരയ്ക്ക് പോകുന്നു. പെട്ടെന്ന് എല്ലാവർക്കും വിജയോട് സ്നേഹമായി. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപ് വിജയെക്കുറിച്ച് സംസാരിക്കുവാൻ സിനിമാക്കാർ ആരും തയ്യാറായിരുന്നില്ല. അത്രയും അവസരവാദികളാണ് ഇവർ. ഇത് വിജയ് മനസ്സിലാക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളെ രണ്ടാമത് കണ്ട് സിനിമാക്കാരെ കാണുന്നത് പ്രാധാന്യം നൽകുന്നത് നിർത്തണം. അത് തന്നെ തെറ്റാണ്. അവരെല്ലാവരും ഇത്തരക്കാരാണെന്ന് വിജയ് ആദ്യം മനസ്സിലാക്കണം. ജനനായകൻ റിലീസ് മുടങ്ങിയതിൽ എത്ര പേർ പ്രതികരിച്ചിട്ടുണ്ട്? എല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു. സൂപ്പർ സ്റ്റാറായ വിജയുടെ സിനിമ രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ മുടക്കി. അതിനെതിരെ നിൽക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും അതിനെതിരെ നിൽക്കേണ്ടതായിരുന്നില്ലേ? എന്നാൽ വിജയ്ക്ക് പിന്തുണ നൽകിയാൽ സ്റ്റാലിൻ ദേഷ്യപ്പെടും. ഉദയനിധി സിനിമാ രംഗത്ത് നിന്നും പുറത്താക്കും എന്ന് ഭയന്ന് മിണ്ടാതിരിക്കുകയായിരുന്നുവെന്നും ബിസ്മി വിമർശിക്കുന്നുണ്ട്. സാമന്ത, വിശാല്, സ്നേഹ തുടങ്ങിയ താരങ്ങൾ വിജയനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട് കണ്ടിരുന്നു. ഇതിൽ വിജയുമായി സാമന്ത നടത്തിയ കൂടിക്കാഴ്ച വളരെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ചെന്നൈയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. മുൻ സഹപ്രവർത്തകനും സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുമായി വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സാമന്ത സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളും അപ്പോൾ തന്നെ സിനിമാ ലോകത്തും രാഷ്ട്രീയ ലോകത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വിജയ് വെറുമൊരു ഓൺ സ്ക്രീൻ ഹീറോ ആകുവാൻ മാത്രം ജനിച്ച ആളല്ലെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം തലമുറകൾക്ക് വലിയൊരു പാഠമാണെന്നുമായിരുന്നു സാമന്ത കുറിച്ചത്. ഇന്ന് ചെന്നൈ മണ്ണിൽ കാലുകുത്തിയ നിമിഷം എന്റെ ഹൃദയത്തിൽ പ്രത്യാശയുടെ പ്രകാശം പരന്നു. നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണെന്ന ചിന്ത തന്നെ എന്നെ അത്രമേൽ സന്തോഷിപ്പിച്ചിരുന്നു. വിജയ് സാർ എന്നത് വെള്ളിത്തിരയിലെ വെറുമൊരു നായകൻ മാത്രമായിരുന്നില്ലേ എന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാവവും ഊർജവും ജനങ്ങൾക്ക് അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹവും ഇതിലും വലിയ ഏതോ നിയോഗത്തിലേക്കാണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോൾ താൻ ഇതിനകം കീഴടക്കിയ സാമ്രാജ്യങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് തികച്ചും അപരിചിതവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു പുതിയ ലോകത്തേക്കാണ് ചുവടുവയ്ക്കാൻ കാണിച്ച ആ ധൈര്യത്തെയാണ് ഞാൻ ഇപ്പോഴും പ്രശംസിക്കുന്നത്. അത് എളുപ്പമുള്ളൊരു പാത ആയതുകൊണ്ടല്ല, മറിച്ച് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുമെന്ന അചഞ്ചലമായ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം കരുതിയില്ലെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രകൃതി നമ്മെ വിളിക്കാറുണ്ട്. നമ്മിലേക്ക് മാത്രം ഒതുങ്ങാതെ ഈ ലോകത്ത് നമുക്ക് എന്ത് നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ടാകും. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആ ഉൾവിളികൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിയാറുള്ളൂ. അദ്ദേഹത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്നവരെല്ലാം വിജയ് സാർ അത്ഭുതപ്പെടുത്തുമെന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇത് അദ്ദേഹം കൈക്കൊള്ളുന്ന പദവി കൊണ്ടല്ല, മറിച്ച് തന്റെ ലക്ഷ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ടാണെന്നും താരം പറയുന്നുണ്ട്. തമിഴ് സിനിമയിലെ ഏറ്റവും ജനപ്രിയ ജോഡികളിൽ ഒന്നായിരുന്നു വിജയും സാമന്തയും. കത്തി, തെരി, മെർസൽ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ച ഇരുവരും സൗഹൃദം സിനിമയ്ക്ക് അകത്തും പുറത്തും നിലനിർത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ അത് രാഷ്ട്രീയ വേദിയിൽ ആയി എന്നത് ആരാധകർക്കും വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്. രാജതി മോരു, നന്ദിനി റെഡ്ഡി എന്നിവർക്കൊപ്പം തന്റെ പുതിയ ചിത്രമായ മായിന്റെ ബംഗാരം എന്ന സിനിമയുടെ റിലീസ് തിരക്കുകളിലാണ് നിലവിൽ സാമന്ത ഇപ്പോൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.